കടന്നിരിക്കുകയാണ്. +1 കഴിഞ്ഞു, +2 ക്ലാസ്സിലെത്തി. ഇനി കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നമ്മൾ ബോട്ടണി കുറച്ചുകൂടി ഈസി ആയിട്ടുള്ള ടോപ്പിക്കുകളാണ് ഇപ്പം നമുക്ക് ഉള്ളത്. കഴിഞ്ഞ വർഷം നിങ്ങൾക്ക് സബ്ജക്റ്റ് കുറച്ചുകൂടി ടേംസുകൾ നിറഞ്ഞതായിരുന്നു, അതേപോലെ തന്നെ മെമ്മറൈസിങ് കൂടുതലായിരുന്നു. പക്ഷേ ഈ വർഷം ഒരുപാട് കോൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതേപോലെ തന്നെ സംഭവം എന്താണ്, ആശയം എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് വളരെ പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റിയ കുറഞ്ഞ ചാപ്റ്റേഴ്സുകളാണ് ഈ വർഷം നമുക്കുള്ളത്. കഴിഞ്ഞ വർഷം 11 ചാപ്റ്ററുള്ള സ്ഥാനത്ത് ഇവിടെ വെറും 8 ചാപ്റ്റേഴ്സ് മാത്രമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് പഠനത്തിലേക്ക് ചാപ്റ്ററിലേക്ക് പോവാം. ഫസ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്ന് പറഞ്ഞ ടോപ്പിക്കാണ്. ഓക്കെ, ഫ്ലവറിംഗ് പ്ലാന്റ്സിനെ കുറിച്ച് നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് കഴിഞ്ഞ വർഷത്തിൽ ഫുള്ള് നന്നായി നമ്മൾ പഠിച്ചതാണ്. ആൻജിയോസ്പേംസിനെയാണ് നമ്മൾ ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്നറിയപ്പെടുക. നമ്മൾ ഡിഫറെൻറ്റ് ഗ്രൂപ്പ് ഓഫ് പ്ലാന്റ്സ് പഠിച്ചിട്ടുണ്ട് അല്ലേ. അതിൽ ആൽഗെ, ബ്രയോഫൈറ്റ്സ്, ടെറിഡോഫൈറ്റ്സ്, ജിംനോസ്പേംസ്, ആൻജിയോസ്പേംസ്, അങ്ങനെ 5 ഗ്രൂപ്പ് ഓഫ് പ്ലാന്റ്സിനെ ഓൾറെഡി നമ്മൾ പഠിച്ചതാണ്. അതിലെ സിംഗിൾ ലാസ്റ്റ് ഗ്രൂപ്പാണ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് അല്ലെങ്കിൽ ആൻജിയോസ്പേംസ് എന്നറിയപ്പെടുന്നത്. ഇപ്പോൾ ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ ബീയിങ്സ് നമ്മൾ പല രൂപത്തിൽ അതിന് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. സോഷ്യൽ, കൾച്ചറൽ, എക്കണോമിക് വാല്യൂസിന് വേണ്ടിയിട്ട് ഫ്ലവേഴ്സിനെ നമ്മൾ നന്നായി ഉപയോഗപ്പെടുത്തുന്നുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ വെഡ്ഡിങ് ഫങ്ഷൻസിന്, അതേപോലെ തന്നെ ഡെത്ത് സെറമണി, അതേപോലെ പല പ്രോഗ്രാമിന് വേണ്ടിയിട്ടും പ്ലാന്റ്സിൽ നിന്ന് ഫ്ലവേഴ്സ് നമ്മൾ ചൂഷണം ചെയ്യുന്നുണ്ട്. അപ്പോൾ ആക്ച്വലി ഫ്ലവേഴ്സ് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? പ്ലാന്റ്സിൻ്റെ എന്ത് പർപ്പസിന് വേണ്ടിയിട്ടുള്ളതാണ് ഫ്ലവേഴ്സ്? യെസ്, അതെ, റീപ്രൊഡക്ഷൻ പ്രോസസ്സിന് വേണ്ടിയിട്ടുള്ളതാണ് അല്ലേ. അപ്പോൾ പ്ലാന്റ്സ് റീപ്രൊഡ്യൂസ് ചെയ്യുന്നത് അതിൻ്റെ പുതിയ പ്ലാന്റ് ഗ്രൂപ്പിനെ ഉണ്ടാക്കുന്ന, പ്ലാന്റ്സിനെ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഇമ്പോർട്ടൻ്റ് പാർട്ടാണ് ഫ്ലവേഴ്സ്, പ്ലാന്റ്സിൻ്റെ ഫ്ലവേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷം മോർഫോളജിയിൽ ഫ്ലവേഴ്സിൻ്റെ ഡീറ്റെയിൽഡ് സ്ട്രക്ചേഴ്സ്, അതിൻ്റെ കാര്യങ്ങളൊക്കെ പഠിച്ചതാണ്. പക്ഷെ ഞാൻ ഒന്നുകൂടി നിങ്ങളെ മനസ്സിലേക്ക് കൊണ്ടുവരികയാണ്, ശ്രദ്ധിക്കുക. ഇപ്പോൾ ഫ്ലവേഴ്സിന് ഒരു സ്റ്റോക്ക് ഉണ്ടാവും, സ്റ്റോക്ക് അല്ലേ, പെഡിസെൽ എന്നറിയപ്പെടും, പെഡിസെൽ. അതേപോലെ തന്നെ ഫ്ലവേഴ്സിന് ഡിഫറെൻറ്റ് വേൾഡ്സുകളുണ്ട്, ഇതളുകളുണ്ട്. അതിൽ ഔട്ടർ മോസ്റ്റ് വേൾഡ്സിനെ നമ്മൾ കാലിക്സ് എന്നാണ് അറിയപ്പെടുക. സിംഗിൾ വണ്ണിനെ സെപ്പൽ എന്ന് പറയും, സെപ്പൽ അല്ലേ. അതേപോലെ തന്നെ അതിൻ്റെ നെക്സ്റ്റ് വേൾഡ്സ് ആയിട്ട് വരുന്നത് കൊറോള അല്ലേ. കഴിഞ്ഞ വർഷം പഠിച്ചതാണ് കൊറോള. കൊറോളൻ്റെ സിംഗിൾ വണ്ണിനെ നമ്മൾ പെറ്റൽ എന്നറിയപ്പെടും, പെറ്റൽസ്. ഓക്കെ, അതേപോലെ തന്നെ അതിൻ്റെ നെക്സ്റ്റ് വെരി ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ് നമുക്ക് ഈ വർഷം നന്നായി പഠിക്കാനുള്ള ഭാഗമാണ് ആൻഡ്രീഷ്യം, അല്ലെങ്കിൽ ഫീമെയിൽ പാർട്ടാണ് പ്ലാന്റ്സിൻ്റെ ആൻഡ്രീഷ്യം. ദി സിംഗിൾ വൺ ഓഫ് ആൻഡ്രീഷ്യം ഈസ് കോൾഡ് stamen. And fourth, innermost part, there is gynoecium. Single one is called a petal or carpel. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു ഫ്ലവറിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള പാർട്സുകൾ. ഇപ്പോൾ ഇതിൽ ഔട്ടർ മോസ്റ്റ് വേൾഡ്സ് ആയിട്ടുള്ള കാലിക്സ്, അതേപോലെ തന്നെ കൊറോള, ദിസ് ഈസ് ദി നോൺ എസെൻഷ്യൽ പാർട്ട് എന്നാണ് പറയുക. അതായത് പ്ലാന്റ്സിന് അത്ര അത്യാവശ്യമില്ലാത്ത പാർട്ടാണ് കാലിക്സും കൊറോളയും. എന്നാൽ ആൻഡ്രീഷ്യം, ഗൈനീഷ്യം ആണ് എസെൻഷ്യൽ പാർട്ട് ഓഫ് എ ഫ്ലവർ എന്നറിയപ്പെടുന്നത്. അതായത് വളരെ പ്രധാനപ്പെട്ട പ്ലാന്റ്സിൻ്റെ റീപ്രൊഡക്ഷൻ പർപ്പസിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 മെയിൻ പാർട്സുകളാണ് ആൻഡ്രീഷ്യം, ഗൈനീഷ്യം. ഇപ്പോൾ നമുക്ക് ഓരോന്നിൻ്റെയും, ആൻഡ്രീഷ്യത്തിൻ്റെയും അല്ലെങ്കിൽ സ്റ്റേമൻ്റെ, ഗൈനീഷ്യത്തിൻ്റെ അല്ലെങ്കിൽ പെറ്റൽസിൻ്റെ ഡീറ്റെയിൽഡ് സ്ട്രക്ചർ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട് ഈ വർഷം. അപ്പോൾ അതിലേക്ക് നമുക്ക് പോവാം. ഓക്കെ, ഫസ്റ്റ് നമ്മൾ പഠിക്കുന്നത് സ്റ്റേമൻ. സ്റ്റേമൻ എന്ന് പറയുന്നത് ഏതിൻ്റെ സിംഗിൾ പാർട്ടാണ്? യെസ്, ആൻഡ്രീഷ്യത്തിൻ്റെ സിംഗിൾ വൺ ആണ് സ്റ്റേമൻ എന്ന് പറയുന്നത്.
Stamen is the male reproductive part of a flowers. ഒരു ഫ്ലവറിൻ്റെ മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടിനെയാണ് നമ്മൾ ഇറ്റ് ഈസ് ദി മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട്. Stamen is the male reproductive part of a flowers. അല്ലേ, ഒരു സ്റ്റേമൻ്റെ പാർട്സുകൾ നമ്മളിവിടെ വരച്ചിരുന്നു അല്ലേ. അതിൽ ഇറ്റ് കൺസിസ്റ്റ് എ ഫിലമെൻറ്റ് and anther. Stamen consists mainly two parts. First one is the filament and anther. Okay. Filaments is the proximal end of the filament is attached to the thalamus. നമ്മൾ ഫ്ലവേഴ്സ് ഫോം ചെയ്യുന്നത് ഫ്ലവേഴ്സിൻ്റെ ഇതളുകൾ ഡെവലപ്പ് ചെയ്ത് വരുന്ന, അപ്പോൾ ഇത് ഫ്ലവേഴ്സിൻ്റെ സ്റ്റോക്ക് പെഡിസൽ ആണെങ്കിൽ പെഡിസലിൻ്റെ സൊളൻ റീജിയൻ എൻഡ് പാർട്ടിൽ ഒരു സൊളൻ റീജിയൻസ് ഉണ്ടാവും. ഈ സൊളൻ റീജിയൻസിലാണ് എന്തുണ്ടാവുക, ആൻട്രീഷ്യം അല്ലെങ്കിൽ സ്റ്റേമൻസ് ഫോം ചെയ്യുന്നത്. അപ്പോൾ സ്റ്റേമൻസിൻ്റെ ഫിലമെൻറ്റ്സ് അറ്റാച്ച്ഡ് ടു ദി പെഡിസൽ തലാമസ് ഓഫ് ദി പെഡിസൽ. ഓക്കെ, ആൻഡ് ദി ഡിസ്റ്റൽ എൻഡ്, ഈ പാർട്ടിനെയാണ് നമ്മൾ ഡിസ്റ്റൽ എൻഡ് എന്ന് പറയാം. ഡിസ്റ്റൽ എൻഡ് അറ്റാച്ച്ഡ് ടു ദി ആന്തർ. അപ്പോൾ ഫിലമെൻസിൻ്റെ പ്രോക്സിമൽ എൻഡ് അറ്റാച്ച്ഡ് ടു ദി തലാമസ് ആൻഡ് ഇറ്റ്സ് ഡിസ്റ്റൽ എൻഡ് അറ്റാച്ച്ഡ് ടു ദി ആന്തർ. ആന്തറിലേക്ക് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി ആന്തറിൻ്റെ സ്ട്രക്ചറാണ് നമുക്ക് പഠിക്കാനുള്ളത്. ആന്തർ കൺസിസ്റ്റ് ടു ലോബ്സ് ആണ്. ദിസ് വൺ ഈസ് ദി ഫസ്റ്റ് ലോബ് ആൻഡ് ദിസ് വൺ ഈസ് ദി സെക്കൻഡ് ലോബ്. ഓക്കെ, അപ്പോൾ രണ്ട് ലോബുകളാണ് ആന്തറിനുള്ളത്. ആ ലോബ്സുകൾ തന്നെ അതിനെ തന്നെ നമ്മൾ ബൈലോബ്ഡ്, ആന്തറിനെ നമുക്ക് ബൈലോബ്ഡ് സ്ട്രക്ചർ എന്ന് പറയാം. ബൈലോബ്ഡ് സ്ട്രക്ചർ, ആന്തർ ഈസ് എ ബൈലോബ്ഡ് സ്ട്രക്ചർ ആണ് ബിക്കോസ് ഇറ്റ് കൺസിസ്റ്റ് ടു ലോബ്സ് അല്ലേ. ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ലോബ്സ് ക്യാൻ ബി സീൻ ആൻഡ് ദിസ് ബൈലോബ്ഡ് സ്ട്രക്ചർ ഈസ് ഓൾസോ കോൾഡ് ഡൈത്തീക്കസ്. ഇതിനെ ഡൈത്തീക്കസ് എന്നും അറിയപ്പെടും. ബൈലോബ്ഡ് സ്ട്രക്ചർ ഈസ് ഓൾസോ കോൾഡ് ഡൈത്തീക്കസ്. ഓക്കെ, അപ്പോൾ ആന്തറിനെ ബൈലോബ്ഡ് ആണ്. ആ ബൈലോബ്ഡ് തന്നെ അറിയപ്പെടുന്ന സിമിലർ ടേമാണ് ഡൈത്തീക്കസ്. ഓക്കെ, അപ്പോൾ ആന്തർ കൺസിസ്റ്റ് ടു ലോബ്സ്, ദാറ്റ്സ് ഓൾസോ നോൺ ആസ് ബൈലോബ്ഡ് ആൻഡ് ഡൈത്തീക്കസ്. ഓക്കെ, ഇനി ആന്തറിൻ്റെ നമുക്ക് ഡീറ്റെയിൽഡ് സ്ട്രക്ചർ പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ നോക്കുക അതിൻ്റെ സ്ട്രക്ചർ. ആന്തർ കൺസിസ്റ്റ് ഫോർ കോർണേഴ്സ് അല്ലെങ്കിൽ ഫോർ കോർണർഡ് സ്ട്രക്ചർ. അപ്പോൾ ആന്തറിൽ നമുക്കൊരു ആന്തറിൻ്റെ സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഒരു ബ്ലേഡ് വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്ത് ഇതേപോലെ കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഒരു സെക്ഷൻ മാത്രം മൈക്രോസ്കോപ്പിൽ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ കാണാവുന്ന പാർട്ടാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ആന്തർ കൺസിസ്റ്റ് ഫോർ കോർണേഴ്സ്, 4 കോർണേഴ്സുകൾ ഉണ്ടാവും അല്ലേ. ഓരോ കോർണേഴ്സിനെയും നമ്മൾ മൈക്രോസ്പൊറാൻജിയം എന്നാണ് പറയുക. മൈക്രോസ്പൊറാൻജിയം. ഈച്ച് കോർണേഴ്സ് ഈസ് കോൾഡ് മൈക്രോസ്പൊറാൻജിയം. അപ്പോൾ ഈ 2 ലോബ്സ്, ഇപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ 2 ലോബുകളാണ്. ഇത് ഫസ്റ്റ് ലോബാണ്, ആന്തറിൻ്റെ ഫസ്റ്റ് ലോബ്. അതേപോലെ ദിസ് വൺ ഈസ് ദി സെക്കൻഡ് ലോബ്. ഓക്കെ, ഈ 2 ലോബ്, ഈ 2 ലോബിൽ ഇത് ഫസ്റ്റ് ലോബിനെയാണ് ഇവിടെ വരച്ചിട്ടുള്ളത്. ഇത് സെക്കൻഡ് ലോബാണ്, അപ്പുറത്ത് സെക്കൻഡ് ലോബ്. ഓക്കെ, അപ്പോൾ ആന്തർ കൺസിസ്റ്റ് 2 ലോബ്സ്. ഓരോ 2 ലോബിനെയും കണക്ട് ചെയ്തിട്ടുള്ള ഒരു ടിഷ്യൂസ് ഇവിടെ പ്രസൻ്റ് ആയിരിക്കും. ഈ ടിഷ്യൂസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കണക്റ്റീവ് എന്നാണ് പറയുന്നത്. കണക്റ്റീവ്. ഓക്കെ, അപ്പോൾ 2 ലോബ്സിനെ തമ്മിൽ കണക്ട് ചെയ്തിട്ടുള്ള ടിഷ്യൂസിൻ്റെ പേരാണ് കണക്റ്റീവ്. ഇനി ഒരു കോർണേഴ്സ് നമ്മൾ പറഞ്ഞു 4 കോർണേഴ്സ് ഉണ്ട് അല്ലേ. ആന്തറിന് 4 കോർണേഴ്സാണ്. ദിസ് വൺ ഈസ് ദി ഫസ്റ്റ് അല്ലേ. ദെൻ 1 2 3 4. ഓക്കെ, അപ്പോൾ 4 കോർണേഴ്സുകളാണ് ഇതിനുള്ളത്. അപ്പോൾ അതിൽ ഈ കോർണേഴ്സിൻ്റെ സ്ട്രക്ചർ ഒന്നുകൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇതിൽ ഈ കോർണേഴ്സിലെ ഒരു മൈക്രോസ്പൊറാൻജിയത്തിന് അല്ലെങ്കിൽ മൈക്രോസ്പൊറാൻജിയം തന്നെ ഇറ്റ് കൺസിസ്റ്റ് ഡിഫറെൻറ്റ് വോൾസ്. വ്യത്യസ്തമായ വോൾസുകൾ കൊണ്ടാണ് ഓരോ മൈക്രോസ്പൊറാൻജിയം അല്ലെങ്കിൽ ആന്തറിൻ്റെ ഔട്ടർ മോസ്റ്റ് പാർട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഒരു മൈക്രോസ്പൊറാൻജിയത്തിൻ്റെ ഡീറ്റെയിൽഡ് സ്ട്രക്ചർ നമ്മൾ പഠിക്കുകയാണെങ്കിൽ
അതിനെ മാത്രം നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അതിൽ മൂന്ന് ലെയേഴ്സുകളായിരിക്കും. സെൻറ്ററിൽ പോളൻ ഗ്രെയിൻസ് മാത്രം ഡെവലപ്പ് ചെയ്യുന്ന ഒരു പ്രത്യേക സാക്സ് അതിൽ പ്രസൻ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതർ കൺസിസ്റ്റ് ഡിഫറെൻറ്റ് ഓർ മൈക്രോസ്പൊറാഞ്ചിയം കൺസിസ്റ്റ് ഡിഫറെൻറ്റ് ലെയേഴ്സ്. മെയിനായിട്ട് രണ്ട് പാർട്ടായിട്ട് നമുക്ക് ആ മൈക്രോസ്പൊറാഞ്ചിയത്തിൻ്റെ സ്ട്രക്ചറിനെ തരംതിരിക്കാം. ദറ്റ് ഈസ് ഫസ്റ്റ് വൺ ഈസ് ദി വാൾ ലെയേഴ്സ് ആൻഡ് സെക്കൻഡ് വൺ ഈസ് ദി സ്പോറോജീനസ് ടിഷ്യൂ. മൊത്തം മൈക്രോസ്പൊറാഞ്ചിയം, ഈ ഒരു ഒറ്റ സിംഗിൾ മൈക്രോസ്പൊറാഞ്ചിയത്തിന് എടുത്തു കഴിഞ്ഞാൽ അതിൽ വ്യത്യസ്തമായിട്ടുള്ള ലെയേഴ്സുകളുണ്ടാവും. ആ മൊത്തം ടോട്ടൽ ലെയേഴ്സിനെ നമുക്ക് രണ്ട് പാർട്ടാക്കി തിരിക്കാം. ഒന്ന് വാൾ ലെയേഴ്സ്, ശ്രദ്ധിക്കുക, വാൾ ലെയേഴ്സ്. അപ്പോൾ മൈക്രോസ്പൊറാഞ്ചിയത്തിൻ്റെ സ്ട്രക്ചറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. മൈക്രോസ്പൊറാഞ്ചിയം എന്ന് പറഞ്ഞാൽ ആന്തറിൻ്റെ 4 കോർണേഴ്സുകളെയാണ്, പോളൻ ഗ്രെയിൻസ് ഡെവലപ്പ് ചെയ്യുന്ന കോർണേഴ്സിനെ പറയുന്ന പേരാണ് മൈക്രോസ്പൊറാഞ്ചിയം. ഓക്കെ, അപ്പോൾ ഒരു മൈക്രോസ്പൊറാഞ്ചിയത്തിന് എടുത്താൽ അതിൻ്റെ ഡീറ്റെയിൽഡ് സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഔട്ടർമോസ്റ്റ് വാൾസിനെ പറയുന്ന പേരാണ് എപ്പിഡെർമിസ്. കഴിഞ്ഞ വർഷങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അനാട്ടമിയിലെ എപ്പിഡെർമിസ് ഒക്കെ അല്ലേ. ഇപ്പോൾ സ്റ്റെമ്മിനായാലും റൂട്ടിനായാലും അതേപോലെ തന്നെ ലീഫിനായാലും ഒരു എപ്പിഡാമൽ ടിഷ്യൂസ് ഉണ്ടാവും. എന്താണ് എപ്പിഡെർമിസ്? അതെ, ഔട്ടർമോസ്റ്റ് വാൾസിനെയാണ് നമ്മൾ എപ്പിഡെർമിസ് എന്ന് പറയാം. ഇവിടെയും ഔട്ടർമോസ്റ്റ് വാൾസിൻ്റെ പേരാണ് എപ്പിഡെർമിസ്. ഓക്കെ, സോ ദിസ് ഔട്ടർമോസ്റ്റ് വാൾ ഈസ് കോൾഡ് എപ്പിഡെർമിസ്. ഓക്കെ, എപ്പിഡെർമിസ് കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ട് താഴെ കാണപ്പെടുന്ന ലെയേഴ്സിനെ പറയുന്ന പേരാണ് എൻഡോതീഷിയം. ശ്രദ്ധിക്കുക, എൻഡോതീഷിയം. എപ്പിഡെർമിസിൻ്റെ തൊട്ട് താഴെ കാണപ്പെടുന്ന ലെയേഴ്സിൻ്റെ പേരാണ് എൻഡോതീഷിയം. ഓക്കെ, എൻഡോതീഷിയം കഴിഞ്ഞാൽ നെക്സ്റ്റ് ലെയേഴ്സ് ആണ്. ദാറ്റ് മേ ബി 1, 2 to 3 ലെയേഴ്സ് ആയിട്ട് കാണപ്പെടുന്ന പാർട്ടിനെയാണ് നമ്മൾ വാൾ ലെയേഴ്സ് എന്ന് പറയാം. സോ ദിസ് ലെയേഴ്സ് ഈസ് മിഡിൽ ലെയേഴ്സ്, മിഡിൽ ലെയർ. അപ്പോൾ എപ്പിഡെർമിസ് ഈസ് ദ ഔട്ടർമോസ്റ്റ് ലെയർ ആൻഡ് നെക്സ്റ്റ് ലെയർ ഈസ് ദി എൻഡോതീഷിയം ആൻഡ് നെക്സ്റ്റ് ഇന്നർ ലെയർ ദറ്റ് ഈസ് കോൾഡ് മിഡിൽ ലെയർ. മിഡിൽ ലെയേഴ്സ് കഴിഞ്ഞാൽ കാണപ്പെടുന്ന ലെയറിൻ്റെ പേരാണ് ടപ്പീറ്റം. ഓക്കെ, അപ്പോൾ ഈ 4 ലെയേഴ്സുകളെയാണ് എന്ത് പറയാം, വാൾ ലെയേഴ്സ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ വാൾ ലെയേഴ്സിൽ വി ക്യാൻ സീ 4 ഡിഫറെൻറ്റ് ലെയേഴ്സ്. ഫസ്റ്റ് വൺ ഈസ് ദി എപ്പിഡെർമിസ്. Epidermis is the outermost part or outermost wall, and second one is the endothecium, and third one is the middle layers. Middle layer കഴിഞ്ഞാൽ ഏറ്റവും innermost layers-നെയാണ് ടപ്പീറ്റം എന്ന് പറയാം. ഓക്കെ, ഈ 4 പ്രത്യേകമായിട്ടുള്ള ഫങ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ ഇവിടെ ഈ 3 ലെയേഴ്സിനെയും എപ്പിഡെർമിസ്, എൻഡോതീഷിയം, മിഡിൽ ലെയേഴ്സ്, എപ്പിഡെർമിസിൻ്റെ ഫങ്ഷൻ എന്താണ്? നേരത്തെ നമ്മൾ പഠിച്ചതാണ് അല്ലേ. അതായത് പ്രൊട്ടക്റ്റീവ് ഫംഗ്ഷനാണ്, പ്രൊട്ടക്ഷൻ. അതായത് ലീഫിൻ്റെ എപ്പിഡെർമിസ് ആണെങ്കിലും റൂട്ടിൻ്റെ എപ്പിഡെർമിസ് ആണെങ്കിലും ഷൂട്ടിൻ്റെ എപ്പിഡെർമിസ് ആണെങ്കിലും എല്ലാം എന്താണ്, പ്രൊട്ടക്ഷൻ കൊടുക്കുക എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ ഈ പ്രൊട്ടക്ഷൻസ് എന്നതാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഫങ്ഷൻ, പ്രൊട്ടക്ഷൻ. എപ്പിഡെർമിസ്, എൻഡോതീഷിയം പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. അതിൻ്റെ പ്രത്യേകമായിട്ട് ഇതിൻ്റെ ഫങ്ഷൻസ് വേർതിരിച്ച് ചോദിക്കാറുണ്ട്. അപ്പോൾ എപ്പിഡെർമിസിൻ്റെയും എൻഡോതീഷ്യൻ്റെയും മിഡിൽ ലെയേഴ്സിൻ്റെയും മെയിൻ ആയിട്ടുള്ള ഫങ്ഷൻ പ്രൊട്ടക്ഷൻ ആണ്. ആൻഡ് ഓൾസോ ഹെൽപ്പ് ദി ഡെഹിസൻസ് ഓഫ് ആന്തർ പൊട്ടാൻ വേണ്ടിയിട്ട്. ഡെഹിസൻസ് എന്ന് പറഞ്ഞാൽ ഈ ആന്തറിൻ്റെ ഈ വോൾസ് പൊട്ടിയിട്ടാണ് ഇതിൻ്റെ ഉള്ളിലുള്ള പോളൻ ഗ്രെയിൻസ് പുറത്ത് വരിക അല്ലേ. മെച്ചുറാകുമ്പോൾ, ഇത് യങ്ങായിരിക്കുമ്പോൾ ഈ ഒരു ആന്തർ യങ് സ്റ്റേജിൽ കാണപ്പെടുന്ന സ്ട്രക്ചറാണിത്. മെച്ചുറായി കഴിയുമ്പോൾ അതിൽ പോളൻ ഗ്രെയിൻസ് ഉണ്ടാവും. ആ പോളൻ ഗ്രെയിൻസിന് പുറത്ത് വരുന്നത് ഇതിൻ്റെ വോൾസ് പൊട്ടി ബ്രേക്ക് ചെയ്തിട്ടാണ്. ഓക്കെ, അപ്പോൾ പൊട്ടാൻ വേണ്ടി ഡിഹൈസ് എന്നാണ് പറയുക, ഡെഹിസൻസ് എന്നാണ് അതിന് പറയുക. അപ്പോൾ ഇറ്റ് ഓൾസോ ഹെൽപ്പ് ഫോർ ദി ഡെഹിസൻസ് ഓഫ് ആന്തർ. ആന്തറിൻ്റെ ഡെഹിസൻസിന് കൂടി ഹെൽപ്പ് ചെയ്യുന്ന ലെയേഴ്സാണ് ഈ 3 വാൾ ലെയേഴ്സ്. ഓക്കെ, എപ്പിഡെർമിസ്, എൻഡോതീഷിയം, മിഡിൽ ലെയർ.
ആൻഡ് ദി ഫോർത്ത് വൺ ദാറ്റ് ഈസ് ടപ്പീറ്റം. ടപ്പീറ്റത്തിൻ്റെ ഫങ്ഷൻസ് എന്ന് പറയുന്നത് ഇറ്റ് നറിഷസ് ദി ഗ്രോയിങ് പോളൻ ഗ്രെയിൻസ്. അതായത് പോളൻ ഗ്രെയിൻസ് ഡെവലപ്പ് ചെയ്ത് വരുന്ന മെയിനായിട്ടുള്ള ഭാഗമാണ് ഈ സെൻറ്റർ പാർട്ട് ഓഫ് ദി മൈക്രോസ്പൊറാഞ്ചിയം. ദാറ്റ് അവിടെയുള്ള പോളൻ ഗ്രെയിൻസിനെ, ഡെവലപ്പ് ചെയ്ത് വരുന്ന പോളൻ ഗ്രെയിൻസിനെ നറിഷ് ചെയ്യുക എന്നുള്ളതാണ് ടപ്പീറ്റത്തിൻ്റെ മെയിൻ ഫങ്ഷൻസ്. അപ്പോൾ ടപ്പീറ്റത്തിൻ്റെ ഫങ്ഷൻ ചോദിച്ചാൽ ഇറ്റ് നറിഷസ് ദി ഗ്രോയിങ് പോളൻ ഗ്രെയിൻസ്. ഓക്കെ, അപ്പോൾ ടപ്പീറ്റത്തിൻ്റെ ഫങ്ഷനാണ് ഇറ്റ് നറിഷസ് ദി ഗ്രോയിങ് പോളൻ ഗ്രെയിൻസ്. ഓക്കെ, അപ്പോൾ വളർന്നു വരുന്ന പോളൻ ഗ്രെയിൻസിന് നറിഷ്മെൻറ്റ്, ന്യൂട്രിയൻസ് കൊടുക്കുക എന്നുള്ളതാണ് ടപ്പീറ്റത്തിൻ്റെ ഫങ്ഷൻസ്. അപ്പോൾ ഈ 4 വോൾ ലെയേഴ്സിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള ഫങ്ഷൻസ്, ആ ലെയേഴ്സുകൾ, അതിൻ്റെ ഓർഡർ കറക്റ്റായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. ഈ പോളൻ ഗ്രെയിൻസിൻ്റെ സ്ട്രക്ചർ, ആന്തറിൻ്റെ സ്ട്രക്ചർ മസ്റ്റായിട്ട് വരുന്ന ഒരു ടോപ്പിക്കാണ്. എന്ന് വെച്ചാൽ പ്രാക്ടിക്കൽ എക്സാമിന് നിർബന്ധമായിട്ടും ഇത് നമ്മൾ വരച്ചിരിക്കണം. അതൊരു ഷുവർ ക്വസ്റ്റ്യനാണ്. 1.5 മാർക്ക് ഷുവറാണ് ഇത് പഠിച്ചു കഴിഞ്ഞാൽ. അതേപോലെ തന്നെ മെയിൻ എക്സാമിന്, നമ്മൾ പബ്ലിക് എക്സാമിനൊക്കെ പല പ്രാവശ്യം, പല തവണ പ്രീവിയസ് ക്വസ്റ്റ്യനുകൾ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ പാർട്ട് ചോദിച്ചിട്ടുണ്ട്. ഈ ഒരു ഇതിൻ്റെ പ്രത്യേകിച്ച് ടപ്പീറ്റത്തിൻ്റെ ഫങ്ഷൻസ്, അതേപോലെ തന്നെ ഇതിൻ്റെ ഓർഡറിൽ എഴുതാനുണ്ടാവും. ഈ പിക്ചർ തന്നിട്ട് അതിൻ്റെ ലേബൽ ചെയ്യാനുണ്ടാവും. ഈ പിക്ചർ സെല്ലുലാർ ഡയഗ്രാംസ് ആയിട്ട് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. ആ പാർട്ട് കൂടി ഞാൻ പറയാം. ഇതിപ്പോൾ ഡയഗ്രാമാറ്റിക് റെപ്രസെൻറ്റേഷൻ എന്നാണ് ഈ പിക്ചറിന് പറയാം. ഇനി ഇതിനെ സെല്ലുലാർ ഡയഗ്രാംസ് ആയിട്ട് വരച്ചാൽ, ഈ ഒരു ഭാഗം മാത്രം എൻലാർജ് ചെയ്ത് വരച്ചാൽ, ശ്രദ്ധിക്കുക, ഔട്ടർ മോസ്റ്റ് എപ്പിഡേമിസ് കാണാം. സോ ദിസ് ഈസ് ഔട്ടർ മോസ്റ്റ് എപ്പിഡേമിസ് ആൻഡ് നെക്സ്റ്റ് ലെയർ ഈസ് ദി എൻഡോത്തീഷ്യം. അല്ലേ? അപ്പോൾ എപ്പിഡേമിസും എൻഡോത്തീഷ്യം സിംഗിൾ ലെയർ ആണ്. ആൻഡ് തേർഡ് വൺ ഈസ് മിഡിൽ ലെയർ. മിഡിൽ ലെയേഴ്സ് എന്ന് പറയുന്നത് 2 to 3 ലെയേഴ്സ് വരെ വരാം. 2 മുതൽ 3 വരെയുള്ള ലെയേഴ്സ് വരെ വരാം. ഓക്കെ, ഇനി ടപ്പീറ്റം എന്ന് പറയുന്നത് സിംഗിൾ ലെയർ തന്നെയാണ്. ഓക്കെ, ടപ്പീറ്റത്തിൽ ദാറ്റ് മേ ബി മോർ ദാൻ 2 ന്യൂക്ലിയസ് അല്ലെങ്കിൽ മോർ ദാൻ 1 ന്യൂക്ലിയസ്, ഒന്നിൽ കൂടുതൽ ന്യൂക്ലിയസ് ചിലപ്പോൾ കാണപ്പെടാം. ഓക്കെ, ഇനി ഇന്നർ മോസ്റ്റ് പാർട്ട് നമ്മൾ പറഞ്ഞു. ഫസ്റ്റ് വൺ ഈസ് ദി വാൾ ലെയേഴ്സ് ആണ്. വാൾ ലെയേഴ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതിൻ്റെ ഇന്നർ സെൻറ്റർ പാർട്ടിനെ നമ്മൾ പറയുന്ന പേരാണ് സ്പോറോജീനസ് ടിഷ്യൂ. സെൻറ്റർ പാർട്ടിൻ്റെ പേരാണ്. സോ ദിസ് പാർട്ട്, അതായത് പോളൻ ഗ്രെയിൻസ് ഫോം ചെയ്യുന്ന മെയിനായിട്ടുള്ള ഭാഗം, അല്ലേ? അപ്പോൾ ഈ ഭാഗം, ഇതിനെയാണ് സ്പോറോജീനസ് ടിഷ്യൂ എന്ന് പറയുന്നത്. സ്പോറോജീനസ് ടിഷ്യൂ. ഓക്കെ, ഇപ്പോൾ സ്പോറോജീനസ് ടിഷ്യൂസ് ഡെവലപ്പ് ചെയ്ത് വരുന്നത്, അല്ലെങ്കിൽ സ്പോറോജീനസ് ടിഷ്യൂവിൽ നിന്നാണ് പോളൻ ഗ്രെയിൻസ് ഡെവലപ്പ് ചെയ്ത് വരിക. അപ്പോൾ നോക്കുക, ഇവിടെ നമ്മൾ വരച്ചത് 3rd ലെയർ, 4th ലെയർ ആയിട്ടുള്ള ടപ്പീറ്റാണ്. ടപ്പീറ്റത്തിൻ്റെ ഉൾഭാഗത്താണ് നമ്മൾ കണ്ട, അല്ലേ? ഇത് ടപ്പീറ്റം. സോ ഇന്നർ പാർട്ട് ഓഫ് ദി ടപ്പീറ്റം കൺസിസ്റ്റ് ഹോമോജീനസ് കോമ്പാക്ട്ലി അറേഞ്ച്ഡ് ഹോമോജീനസ് സെൽസ്. ഓക്കെ, എന്ന് വെച്ചാൽ ഒരുപോലെയുള്ള ഒരുപാട് സെല്ലുകൾ കൂട്ടമായിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ളതിനെയാണ് എന്ത് പറയാ, സ്പോറോജീനസ് ടിഷ്യൂസ് എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, ഇപ്പോൾ സ്പോറോജീനസ് ടിഷ്യൂ എന്ന് പറയുന്നത് എന്താണ്? പോളൻ ഗ്രെയിൻസ് ഫോം ചെയ്യുന്ന മെയിനായിട്ടുള്ള പോളൻ ഗ്രെയിൻസ് ഡെവലപ്പ് ചെയ്ത് വരുന്നത് ഈ സ്പോറോജീനസ് ടിഷ്യൂവിൽ നിന്നാണ്. അപ്പോൾ ഇറ്റ് ഈസ് ദി കോമ്പാക്ട്ലി അറേഞ്ച്ഡ് ഹോമോജീനസ് സെൽസ് എന്നാണ് പറയുക. കോമ്പാക്ട്ലി അറേഞ്ച്ഡ് ഹോമോജീനസ് സെൽസ്, ദറ്റ് ഈസ് കോൾഡ് സ്പോറോജീനസ് ടിഷ്യൂ. ഓക്കെ, അപ്പോൾ ഇതാണ് ആന്തറും. അതേപോലെ തന്നെ അതിൻ്റെ ഒരു സിംഗിൾ ആന്തറിലുള്ള 4 മൈക്രോസ്പൊറാഞ്ചികൾ ഉണ്ടാവും. സിംഗിൾ വൺ പറയുമ്പോൾ നമ്മൾ മൈക്രോസ്പൊറാഞ്ചിയം എന്ന് പറയും, അല്ലേ? മൈക്രോസ്പൊറാഞ്ചിയ എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതലാണ്. ഓക്കെ, അങ്ങനെ 4 മൈക്രോസ്പൊറാഞ്ചികൾ ഉണ്ടാവും.
ഓരോ മൈക്രോസ്പൊറാഞ്ചിയ ഇരുവശങ്ങളിലുള്ള മൈക്രോസ്പൊറാഞ്ചികളെ കണക്ട് ചെയ്ത് കണക്റ്റീവ് ടിഷ്യൂ ഉണ്ടാവും. ഓക്കെ, അതേപോലെ തന്നെ ഒരു മൈക്രോസ്പൊറാഞ്ചിയത്തിൻ്റെ സ്ട്രക്ചറിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഈ പറഞ്ഞിട്ടുള്ള വാൾ ലെയേഴ്സും അതേപോലെ സ്പോറോജീനസ് ടിഷ്യൂ. ഓക്കെ, സോ ദിസ് ഈസ് ദി സ്ട്രക്ചർ ഓഫ് ആന്തർ. ഓക്കെ, ഇനി ഇതിൽ എങ്ങനെയാണ് സ്പോറോജീനസ് ടിഷ്യൂവിൽ നിന്ന് പോളൻ ഗ്രെയിൻസ് ഡെവലപ്പ് ചെയ്യുന്നത് എങ്ങനെ എന്നുള്ളതാണ് ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഈ സ്പോറോജീനസ് ടിഷ്യൂവിൽ നിന്ന് പോളൻ ഗ്രെയിൻസ് ഡെവലപ്പ് ചെയ്യുന്ന പ്രോസസ്സിൻ്റെ പേരാണ് മൈക്രോസ്പോറോജനസിസ് എന്നാണ് അറിയപ്പെടുക. അപ്പം നെക്സ്റ്റ് ടോപ്പിക്കാണ് മൈക്രോസ്പോറോജനസിസ്. മൈക്രോസ്പോറോജനസിസ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇറ്റ് ഈസ് ദി പ്രോസസ് ഓഫ് ഫോർമേഷൻ ഓഫ് മൈക്രോസ്പോർസ് ഫ്രം മൈക്രോസ്പോർസ് മദർ സെൽ ഓർ പോളൻ മദർ സെൽ എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ സ്പോർസുകൾ അല്ലെങ്കിൽ സ്പോറോജീനസ് ടിഷ്യൂ വളർന്നു വരുമ്പോൾ അത് മെച്ചുറായി കഴിയുമ്പോൾ, സ്പോറോജീനസ് ടിഷ്യൂ എന്ന് പറഞ്ഞാൽ ടപ്പീറ്റത്തിൻ്റെ ഉൾഭാഗത്തുള്ള ഹോമോജീനസ് കോമ്പാക്ട്ലി അറേഞ്ച്ഡ് ഹോമോജീനസ് സെൽസ് ആണ് അല്ലേ, അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ആ ഹോമോജീനസ് സെൽസ് യങ്ങായിരിക്കുമ്പോഴാണ് അത് സ്പോറോജീനസ് ടിഷ്യൂ എന്നറിയപ്പെടുക. അത് മെച്ചുറായി കഴിയുമ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് പോളൻ മദർ സെൽ അല്ലെങ്കിൽ മൈക്രോസ്പോർ മദർ സെൽ എന്ന് പറയും. മനസ്സിലായല്ലോ? സ്പോറോജീനസ് ടിഷ്യൂ മെച്ചുറായി കഴിയുമ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് മൈക്രോസ്പോർ മദർ സെൽ ഓർ പോളൻ മദർ സെൽ. അപ്പോൾ മെഗാസ്പോർ മദർ സെൽ കൂടി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ കൺഫ്യൂഷൻ ആകാതിരിക്കാൻ വേണ്ടി പോളൻ മദർ സെൽ എന്ന് ഇതിനെ വെച്ച് റെപ്രസെൻ്റ് ചെയ്യാം. അപ്പോൾ പോളൻ മദർ സെൽ PMC എന്ന് ഷോർട്ട് ഫോമിൽ അറിയപ്പെടും. അപ്പോൾ സിംഗിൾ പോളൻ മദർ സെല്ലിനെ നമ്മളിവിടെ വരയ്ക്കുന്നു. ആ സ്പോറോജീനസ് ടിഷ്യൂസിലുള്ള ഒരു സെല്ലിനെയാണ് നമ്മൾ വരച്ചത്. അപ്പോൾ ആൻജിയോസ്പോമിൻ്റെ പ്ലോയിഡി എന്താണ്? നമ്മൾ ഓരോ ഗ്രൂപ്പിൻ്റെയും പ്ലോയിഡ് നമ്മൾ പഠിച്ചതാണ് അല്ലേ. ബ്രയോഫൈസ് ആൽഗയൊക്കെ ആണെങ്കിൽ ഹാപ്ലോയിഡ് ആയിരിക്കും പ്ലാന്റ് ബോഡി. ടെറിഡോഫൈസിലേക്ക് വരുമ്പോൾ അത് ഡിപ്ലോയിഡായി മാറും അല്ലേ. ജിംനോസ്പോം ആൻജിയോസ്പോം ഒക്കെ എന്താണ്? നോ ഡൗട്ട്സ് ദാറ്റ് ഈസ് ഡിപ്ലോയിഡ് കണ്ടീഷൻസ്. ഓക്കെ, അപ്പോൾ ഡിപ്ലോയിഡ് കണ്ടീഷനിലുള്ള ആൻജിയോസ്പോമിലുള്ള പ്ലാന്റ്സ് അല്ലെ, ആൻജിയോസ്പോം ആയിട്ടുള്ള ഡിപ്ലോയിഡ് ആയിട്ടുള്ള പ്ലാന്റ്സ്, അതിൽ നിന്നുണ്ടാവുന്ന സ്പോറോജീനസ് ടിഷ്യൂസ് ഒക്കെ മൈറ്റോട്ടിക് ഡിവിഷൻ വഴിയാണ് ഉണ്ടാവുക അല്ലേ. നമുക്കറിയാം, കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ചിട്ടുള്ള മൈറ്റോസിസ് അതേപോലെ മിയോസിസ് അല്ലേ. മൈറ്റോസിസ് എന്താണ്? മൈറ്റോസിസ് ഏത് ടൈപ്പ് ഡിവിഷനാണ്? യെസ്, ദാറ്റ് ഈസ് ദി ഇക്വേഷണൽ ഡിവിഷനാണ് അല്ലേ, ഇക്വേഷണൽ ഡിവിഷനാണ്. എന്നാൽ മിയോസിസ് എന്ന് പറയുന്നത് റിഡക്ഷൻ ഡിവിഷനാണ്. ഓക്കെ, അപ്പോൾ റിഡക്ഷൻ ഡിവിഷനും ആയിട്ടുള്ള മിയോസിസ് അല്ലേ, ഇക്വേഷണൽ ഡിവിഷൻ ആയിട്ടുള്ള മൈറ്റോസിസ്. അപ്പോൾ ഈ രണ്ട് ഡിവിഷൻസ് നമുക്കറിയാം ഏത് ടൈപ്പ് ഡിവിഷൻ ആണെന്നുള്ളത്. അപ്പോൾ സ്പോറോജീനസ് ടിഷ്യൂസ് ഡെവലപ്പ് ചെയ്ത് വരുന്നത് മൈറ്റോട്ടിക് ഡിവിഷൻ വഴിയാണ് അല്ലേ. അപ്പോൾ സ്പോറോജീനസ് ടിഷ്യൂസിൽ നിന്ന് ഡെവലപ്പ് ചെയ്തിട്ടുള്ള പോളൻ മദർ സെല്ലും എന്തായിരിക്കും? ഡിപ്ലോയിഡ് ആയിരിക്കോ ഹാപ്ലോയിഡ് ആയിരിക്കോ? യെസ്, നോ ഡൗട്ട്സ് ദാറ്റ് ഈസ് ഡിപ്ലോയിഡ് സെൽസ്. ഓക്കെ, അപ്പോൾ പോളൻ മദർ സെൽ ഈസ് എ ഡിപ്ലോയിഡ് 2n കണ്ടീഷനുള്ള സെല്ലായിരിക്കും അല്ലേ. ദിസ് സെൽസ് അണ്ടർഗോ മിയോട്ടിക് ഡിവിഷൻസ് അല്ലേ. ഇതെന്ത് ചെയ്യുന്നു? മിയോട്ടിക് ഡിവിഷന് വിധേയമാകും. മിയോസിസ് നടന്നു കഴിഞ്ഞാൽ ഈ ഡിപ്ലോയിഡ് സെൽസിൽ നിന്ന് ഹാപ്ലോയിഡ് ആയിട്ടുള്ള എന്തുണ്ടാവും? 2 സെൽസ് ഉണ്ടാവും അല്ലേ. മിയോസിസ് ഡിവിഷൻസ് എന്ന് പറയുന്നത് എത്ര ടൈപ്പ് ഡിവിഷൻസ്, എത്ര സ്റ്റേജ് ഡിവിഷനാണ്? യെസ്, മെയിൻലി 2 സ്റ്റേജ്. യെസ്, മിയോസിസ് 1 ആൻഡ് മിയോസിസ് 2 അല്ലേ. മിയോസിസ് 1 നടന്നു കഴിഞ്ഞാൽ 2 ഹാപ്ലോയിഡ് സെൽസുകൾ ഉണ്ടാവും അല്ലേ. ഇത് 2n ആണെങ്കിൽ ഇത് n അല്ലേ. അങ്ങനെ 2 ഹാപ്ലോയിഡ് സെൽസുകൾ ഉണ്ടാവും. ഈ 2 ഹാപ്ലോയിഡ് സെൽസ് ദാറ്റ്സ് ഓൾസോ അണ്ടർഗോ മിയോസിസ് 2 അല്ലേ. മിയോസിസ് 2-ന് വിധേയമാകും. അപ്പോൾ മിയോസിസ് 2-ൻ്റെ ഫലമായിട്ട് എന്തുണ്ടാവും? യെസ്, വീണ്ടും അഗെയിൻ 2 സെൽസ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഒരു മിയോസിസ് നടന്നു കഴിഞ്ഞാൽ, ഒരു മിയോസിസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് കൺസിസ്റ്റ് ബോത്ത് മിയോസിസ് 1 ആൻഡ് മിയോസിസ് 2. ആസ് എ റിസൾട്ട് 4 ഹാപ്ലോയിഡ് സെൽസ് ആർ ഫോംഡ് അല്ലേ. അപ്പോൾ 4 ഹാപ്ലോയിഡ് ഇതെന്നാണ് അല്ലേ. 1 2 3 4 ടൈപ്പ് ഓഫ് സെൽസ് ഫോം ചെയ്യുന്നു. ഓക്കെ, 4 ഹാപ്ലോയിഡ് സെൽസ് ആണ് ഉണ്ടാവുന്നത്. അപ്പോൾ ഡിപ്ലോയിഡ് സെൽസിൽ നിന്ന് ഹാപ്ലോയിഡ് ആയിട്ടുള്ള
സെല്ലുകൾ ഫോം ചെയ്യുന്നു. അപ്പോൾ ആദ്യം ഇതിനെ നമ്മൾ മൈക്രോസ്പോർ എന്നാണ് വിളിക്കുക, അല്ലേ? നേരിട്ട് ഫസ്റ്റിന് നമ്മൾ പോളൻ ഗ്രെയിൻസ് എന്നല്ല വിളിക്കുക, മൈക്രോസ്പോർസ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ മൈക്രോസ്പോർസുകൾ പോളൻ മദർസിൽ നിന്നുണ്ടാവുന്ന പ്രോസസ്സിൻ്റെ പേരാണ് microsporogenesis. So what is microsporogenesis? Yes, it is the process of formation of microspores from pollen mother cell or microspore mother cell. It is the process of formation of microspores from pollen mother cell or microspore mother cell. Yes, microspore mother cell നിന്ന് പോളൻ ഗ്രെയിൻസ് അല്ലെങ്കിൽ മൈക്രോസ്പോർസുകൾ ഉണ്ടാവുന്ന പ്രോസസ്സിൻ്റെ പേരാണ് മൈക്രോസ്പോറോജെനസിസ്. ഈ മൈക്രോസ്പോറോജെനസിസ് നടന്നു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന 4 സെൽസിനെ ഗ്രൂപ്പ് ഓഫ് ക്ലസ്റ്റർ ഓഫ് 4 സെൽസ്, അല്ലേ? ഇത് കൂടിച്ചേർന്നിട്ടുണ്ടാവുന്ന സെൽസുകളാണ്, ഒന്നിച്ച് ഒരു സെറ്റായിട്ടാണ് നിൽക്കുന്നത്. ആ സെറ്റായിട്ട് നിൽക്കുന്നതിനെ പറയുന്ന പേരാണ് മൈക്രോസ്പോർ ടെട്രാഡ് എന്നാണ് പറയുക. മൈക്രോസ്പോർ ടെട്രാഡ്. ഓക്കെ, മൈക്രോസ്പോർ ടെട്രാഡ്. മൈക്രോസ്പോർ ടെട്രാഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദി ക്ലസ്റ്റർ ഓഫ് ഓർ ഗ്രൂപ്പ് ഓഫ് 4 മൈക്രോസ്പോർസ്. 4 മൈക്രോസ്പോർസുകളുടെ ഗ്രൂപ്പിൻ്റെ പേരാണ് മൈക്രോസ്പോർ ടെട്രാഡ്. ഈ മൈക്രോസ്പോർ ടെട്രാഡ് ഉണ്ടായിക്കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും? ദാറ്റ്സ് ഒന്നുകൂടി മെച്ചുർ ആവും, അല്ലേ? ഉണ്ടായിക്കഴിഞ്ഞാൽ ഒന്നും കൂടിയും അത് ഡീഹൈഡ്രേറ്റ് ആവും. ആന്തർ ഡെഹിസൻസ് ചെയ്യുന്നതിന് മുമ്പ് എന്ത് ചെയ്യും? ഒന്ന് വേർപിരിഞ്ഞ് പോളൻ ഗ്രെയിൻസ് ആന്തർ പൊട്ടി പുറത്തു വരുന്നതിന് മുമ്പ് എന്ത് ചെയ്യുന്നു? ഈ മെച്ചുറായിട്ടുള്ള മൈക്രോസ്പോർ ടെട്രാഡ് ഡിസോസിയേറ്റ് ചെയ്യും, വേർപിരിയും, അല്ലേ? 4ഉം സെപ്പറേറ്റ് ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ 4 പോളൻ ഗ്രെയിൻസുകളായിട്ട് മാറും. ഇതിനെ പറയുന്ന ഇതിൽ നിന്നാണ്, ഈ മൈക്രോസ്പോർ ടെട്രാഡിൽ നിന്നാണ് 4 പോളൻ ഗ്രെയിൻസ് ഉണ്ടാവുന്നത്, അല്ലേ? അപ്പോൾ നമ്മളതിനെ പോളൻ ഗ്രെയിൻസ് എന്ന് വിളിക്കും. ഓക്കെ, ഇതാണ് മൈക്രോസ്പോറോജെനസിസ്. ഓക്കെ, സോ ഈ ടോപ്പിക്കുകൾ നന്നായി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ടാണ്. അപ്പോൾ നന്നായി പഠിക്കുക.